Okay, sir. തുടങ്ങട്ടോ സാർ? ഓക്കെ. വിദ്യാവീതിയുടെ LP-UP ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പാർട്ട് 4-ലെ എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി എന്ന ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു 5-6 ക്ലാസ്സിൽ കുറച്ച് ടോപ്പിക് എടുത്തായിരുന്നു. ഇനി ഒരു 6-7 ടോപ്പിക് ഇനി തീരാനുണ്ട്. അത് ഈ ആഴ്ച കൊണ്ട് എടുത്തു തീർക്കുന്നതാണ്. അപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് നമുക്ക് 9:05 ക്ലാസ് തുടങ്ങാം കേട്ടോ. ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടോ സ്ലൈഡ്? കാണാം ടീച്ചറെ. ഓക്കെ. നിങ്ങളുടെ ഓക്കെ. സാർ എടുക്കട്ടോ ക്ലാസ്? അതാ തുടങ്ങാം. 2 ക്ലാസ് അവിടെ ഇവിടെ നടന്നിട്ടിരിക്കുക, അതുകൊണ്ടാ സോറി. ഓക്കെ. അപ്പം ഇന്ന് ഞാൻ എടുക്കുന്ന ടോപ്പിക്കാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരുടെ പഠനം. അപ്പൊ നമ്മുടെ പഠന രീതികളിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള പഠനം എങ്ങനെയൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്നാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. അതിനു മുമ്പായിട്ട് ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ആരൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം അതിനു മുമ്പ് അസാമാന്യ ശിശുക്കൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്താണ് എക്സെപ്ഷണൽ അല്ലെങ്കിൽ അസാമാന്യ ശിശുക്കൾ അല്ലെങ്കിൽ അസാമാന്യ കുട്ടികൾ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത പുലർത്തുന്ന കുട്ടികളെ. അപ്പോ ഒന്ന് നോക്കിയാൽ ബുദ്ധിയിൽ ചിലപ്പം ഭയങ്കര മിടുക്കരായിരിക്കാം, അല്ലെങ്കിൽ ബുദ്ധിയിൽ വളരെ കുറഞ്ഞവരായിരിക്കാം. മറ്റു കുട്ടികളിൽ നിന്ന് എന്ന് വെച്ചാൽ സാധാരണ കുട്ടികളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങളിൽ വേറിട്ട് നിൽക്കുന്ന കുട്ടികളെയാണ് അസാമാന്യ കുട്ടികൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പം അസാമാന്യ കുട്ടികളിൽ വരുന്നവരാണ് പ്രതിഭാശാലികൾ, അതുപോലെ സർഗപരതയുള്ള ശിശുക്കൾ, മന്ദപഠിതാക്കൾ, ശേഷിക്കൊത്ത നേട്ടം കൈവരിക്കാത്തവർ, ഇവരെയാണ് അണ്ടർ അച്ചീവേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മാനസിക മാന്ദ്യമുള്ളവർ, ശാരീരിക വൈകല്യമുള്ളവർ, സാംസ്കാരിക പ്രാതികൂല്യമുള്ള കുട്ടികൾ, പിന്നെ കുറ്റവാസനയുള്ളവർ. ഇത്രയും പേരെയാണ് നമ്മൾ അസാമാന്യ ശിശുക്കൾ അല്ലെങ്കിൽ എക്സെപ്ഷണൽ ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഓരോരുത്തരെ കുറിച്ചും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം. ആരാണ് പ്രതിഭാശാലികൾ? നമ്മുടെ IQ നമ്മൾ പഠിച്ചിട്ടുള്ള ഇന്റലിജന്റ് കോഷ്യന്റ് ആയ 130-നും 135-നും മുകളിൽ, 130 അല്ലെങ്കിൽ 135-നോ മുകളിലുള്ളവരെയാണ് നമ്മൾ പ്രതിഭാശാലികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. എടുത്തതാണോ? ഇത് എടുത്തതാണേ. ഓക്കെ എടുത്തതാണ്. അപ്പം ഇതെടുത്തായിരുന്നോ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ? ഇതെടുത്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതുവരെ എടുത്തല്ലേ ഈ ഡെലിൻക്വന്റ് കുറ്റവാസനയുള്ള കുട്ടികൾ? ഓക്കെ. ഇനി നമുക്കപ്പോ ടോപ്പിക്കിലോട്ട് വരാം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന, ഇതാണ് നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പഠനം എന്തൊക്കെയാണെന്നാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പൊ നമുക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ശാരീരികമായും സാമൂഹികമായും ബുദ്ധിപരമായും വികാസപരമായും മറ്റു കുട്ടികളെക്കാൾ കുറച്ചുകൂടെ പരിഗണന അർഹിക്കുന്നവരെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയാം. അപ്പോൾ ശാരീരികമായിട്ട്, ഫിസിക്കലായിട്ട്, അല്ലെങ്കിൽ സോഷ്യലായിട്ട്, അല്ലെങ്കിൽ ഇന്റലക്ച്വലായിട്ട്, ഡെവലപ്മെന്റലായിട്ട് മറ്റു കുട്ടികളെക്കാൾ എന്തെങ്കിലും പരിഗണന അർഹിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ചിൽഡ്രൻസ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവർ ആരൊക്കെയാണെന്ന് നോക്കാം.
ബുദ്ധിപരമായ പരിമിതി ഉള്ളവർ അല്ലെങ്കിൽ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ളവരെ നമുക്ക് എന്ത് പറയാം? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയാം. അതുപോലെ കാഴ്ച വൈകല്യമുള്ളവർ, കേൾവി കുറവുള്ളവർ, പിന്നെ ഓട്ടിസം എന്ന രോഗം ഉള്ള കുട്ടികൾ, പിന്നെ പഠന വൈകല്യങ്ങളുള്ളവർ, കുഷ്ഠരോഗം ഭേദമായവർ, സംസാര വൈകല്യമുള്ളവർ, പെരുമാറ്റ പ്രശ്നങ്ങളുള്ളവർ, പിന്നെ മാനസിക ആരോഗ്യമുള്ളവർ, ശാരീരികമായും ചലനപരമായും പരിമിതിയുള്ളവർ. ഇങ്ങനെ 10 തരത്തിലുള്ള കുട്ടികളെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത്. 10 തരത്തിലുള്ള ശാരീരികമായിട്ടും സാമൂഹികമായിട്ടും ബുദ്ധിപരമായിട്ടും വികാസപരമായിട്ടും എന്തെങ്കിലും പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ് ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത്. അവരിൽ പെടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ 10 തരത്തിലുള്ള കുട്ടികൾ. നിങ്ങൾക്കറിയാം ബുദ്ധിപരമായിട്ടുള്ള എന്ന് വെച്ചാല് എന്താണ്? മെന്റലി ഇപ്പം മന്ദപഠിതാക്കൾ, അങ്ങനെ സ്ലോ ലേണേഴ്സ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബുദ്ധിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ചിലവർക്ക് എന്താണ് മന്ദബുദ്ധികൾ എന്ന് കേട്ടിട്ടുണ്ട്. അതുപോലത്തെ ബുദ്ധിയിൽ എന്തെങ്കിലും പരിമിതിയുള്ള കുട്ടികളെയാണ് ബുദ്ധിപരമായ പരിമിതിയുള്ളവർ. അതുപോലെ കാഴ്ച വൈകല്യം, ഇത് നിങ്ങൾക്കറിയാം, വിഷ്വലി ഇമ്പയർമെന്റ് എന്ന് വെച്ചാല് കാഴ്ചക്കുറവുള്ളവർ, കാഴ്ചക്ക് വൈകല്യമുള്ളവരെയാണ് കാഴ്ച വൈകല്യമുള്ളവർ. അടുത്ത് കേൾവിക്ക് കുറവുള്ളവർ അല്ലെങ്കിൽ കേൾവിക്ക് വൈകല്യമുള്ളവരെയാണ് കേൾവി കുറവുള്ളവർ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടിസം എന്ന് പറഞ്ഞ ഒരു ന്യൂറോ ബയോളജിക്കൽ ഡിസീസ് ആണ്. ഇതെന്ന് വെച്ചാല് കൂടുതലായിട്ട് പിന്നെ ഇൻബോൺ ആയിട്ട് എന്ന് വെച്ചാൽ ജനന സമയത്ത് തന്നെ കുട്ടിക്ക് ഉണ്ടാകുന്ന, ജനിക്കുന്നതിന് മുമ്പും അതുപോലെ തന്നെ അത് ജനന സമയത്തും തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ഓട്ടിസം എന്ന് പറയുന്നത്. ഈ ഓട്ടിസം ഉള്ള കുട്ടിയും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ്. അടുത്ത് പഠന വൈകല്യമുള്ളവർ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള പഠന വൈകല്യമുള്ളവരും ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ പെടുന്നവരാണ്. പിന്നെ കുഷ്ഠരോഗം ഭേദമായവർ, പണ്ട് കാലങ്ങളിൽ വളരെ മാരകമായിട്ടുള്ള ഒരു രോഗമായിരുന്നു കുഷ്ഠരോഗം. അപ്പം അത് ഭേദമായവർക്ക് അവരുടെ ഈ കൈവിരലുകൾ മുറിക്കപ്പെട്ട് അല്ലെങ്കിൽ കൈവിരലുകൾ ഇല്ലാതെ, പിന്നെ സ്പർശന ശേഷി നഷ്ടപ്പെട്ട, ഭേദമായാൽ തന്നെയും അവർക്ക് ആ സ്പർശന ശേഷിയും ബുദ്ധിപരമായിട്ടുള്ള ഒരുപാട് പരിമിതികൾ അവർക്കുണ്ടാകാറുണ്ട്. അതാണ് കുഷ്ഠരോഗം ഭേദമായവർ. സംസാര വൈകല്യമുള്ളവർ, വിക്കും അങ്ങനെ സംസാരത്തിന് ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നവർ. അതുപോലെ പെരുമാറ്റ പ്രശ്നം, ബിഹേവിയറൽ പ്രോബ്ലംസ്, പല കാരണങ്ങൾ കൊണ്ടും മാനസികമായിട്ട് ശാരീരികമായിട്ടും അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള പല കാരണങ്ങളും കൊണ്ടുണ്ടാകുന്ന പെരുമാറ്റ പ്രശ്നങ്ങളുള്ളവർ. അതുപോലെ മാനസിക അനാരോഗ്യമുള്ളവർ എന്ന് വെച്ചാല് ഇപ്പം മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടായി അവർ പിന്നീട് മാനസിക അനാരോഗ്യത്തിലേക്ക് നയിക്കുന്ന അവസ്ഥയിലുള്ളവർ, അവരും നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ പെടുന്നു. പിന്നെ ശാരീരികമായും ചലനപരമായും പരിമിതിയുള്ളവർ എന്ന് വെച്ചാല് എന്താണ്? ഈ കൈയും കാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ, നടക്കാനും പിന്നെ ഇപ്പൊ വികലാംഗരായിട്ടുള്ളവർ, കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, അവരെയാണ് നമ്മൾ ഈ ശാരീരികമായും ചലനപരമായും പരിമിതിയുള്ളവരെന്ന് പറയുന്നത്. അപ്പം എക്സാമിന് ചോദിക്കുന്നതെന്ന് ചോദിച്ചാല് ഇപ്പൊ ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ പെടാത്തത് ആരൊക്കെ? ഇപ്പൊ 4 തന്നിട്ട് 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ പെടാത്തത് ആരൊക്കെയെന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ഇത്രയും 10 പേരെയാണ് പ്രധാനമായിട്ടും നമ്മുടെ PWD ആക്ട് പ്രകാരം പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളിൽ വരുന്നതാണ് ഈ 10 പേരും. ഈ 10 പേരെ പേര് മാത്രം പഠിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന പഠന രീതികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. അപ്പം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തതാണ് സംയോജിത വിദ്യാഭ്യാസം, രണ്ടാമത്തത് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, മൂന്നാമത്തത് പ്രത്യേക വിദ്യാഭ്യാസം. അപ്പം സംയോജിത ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസങ്ങളാണ് അല്ലെങ്കിൽ പഠനങ്ങളാണ് നമ്മൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് നൽകുന്നത്. അതിൽ ഒന്നാമത്തതാണ് പ്രത്യേക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ.
1880 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വന്നത്. അപ്പം 1880 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പ്രത്യേക അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വന്നത്. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ പ്രത്യേക സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെയാണ് പ്രത്യേക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാഴ്ചക്കുറവോ കേൾവിക്കുറവോ ഉള്ളവരെ നിങ്ങൾ കേട്ടിട്ടല്ലേ ഡഫ് ആൻഡ് ഡം സ്കൂൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇവരാണെങ്കിൽ നമ്മൾ സാധാരണ കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഇവർക്കൊരു സ്പെഷ്യൽ സ്കൂള്, അവിടെ പ്രത്യേകം അധ്യാപകരായിരിക്കും, അതുപോലെ പ്രത്യേകമായിട്ടുള്ള പാഠ്യപദ്ധതികള്, പിന്നെ അവർക്ക് സിലബസ് പ്രത്യേകമായിരിക്കും. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് പ്രത്യേക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇപ്പം കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് അവർക്ക് നമ്മുടെ ബ്രെയിൻ ലിപി സമ്പ്രദായത്തിലുള്ള പ്രത്യേക എഡ്യൂക്കേഷൻ, അപ്പം അവരുടെ ക്ലാസ് റൂമിന് പ്രത്യേകത കാണും, അവരുടെ പഠിക്കേണ്ട സിലബസിന് അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നല്ല ട്രെയിൻ ചെയ്ത സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ളവരായിരിക്കും. ഈ ബ്രെയിൻ ലിപി സമ്പ്രദായത്തിൽ സ്പെഷ്യൽ ട്രെയിനിങ് ഉള്ളവരെ മാത്രമേ അവരെ പഠിപ്പിക്കാൻ വിടൂ. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് പ്രത്യേക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ വിദ്യാഭ്യാസം സാധാരണ വിദ്യാഭ്യാസത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. കാരണം ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരല്ല സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. അപ്പൊ സ്പെഷ്യലായിട്ട് ട്രെയിനിങ് ഉള്ളവരെ മാത്രമേ ഈ പ്രത്യേക വിദ്യാഭ്യാസത്തിൽ എടുക്കൂ. അവർക്ക് പ്രത്യേകമായ പരിശീലനം നേടിയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പാഠ്യപദ്ധതിയും അവർക്ക് പ്രത്യേക സ്കൂളുമാണ് അവർക്ക് ഉള്ളത്. ഇതിനെയാണ് പ്രത്യേക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ 1880 ഇന്ത്യയിൽ ആദ്യമായി പ്രത്യേക വിദ്യാഭ്യാസം നിലവിൽ വന്നത്. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികളെ പ്രത്യേക സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേക പരിശീലനം നേടിയ അധ്യാപകർ, അതുപോലെ തന്നെ പാഠ്യപദ്ധതിയും അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ സ്കൂളിന്റെ പ്രത്യേകത എല്ലാം വളരെ സാധാരണ സ്കൂളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങൾ ആയിരിക്കും. ഇതിനാണ് പ്രത്യേക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അടുത്തത് സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതിനെ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ 1986 നിലവിൽ വന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഈ ആശയം ആദ്യമായിട്ട് കൊണ്ടുവന്നത്. നമുക്കറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? ആർക്കെങ്കിലും പറയാമോ? ഇല്ല, ഇത് രണ്ടാമത്തെ. 2010. അല്ല 1968 കേട്ടാ, നിങ്ങൾ ഓർത്തിരിക്കണം. ആദ്യമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നത്, അതിന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, അപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യമായിട്ട് വന്നത് 1968. രണ്ടാമത് അതിനെ പരിഷ്കരിച്ചു കൊണ്ടുവന്ന NEP ആണ് 1986. അപ്പൊ ഈ 86 കൊണ്ടുവന്ന രണ്ടാമത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ് സംയോജിത വിദ്യാഭ്യാസം എന്ന ആശയം കൊണ്ടുവന്നത്. ഇതിൽ പറയുന്നത് വെച്ചാൽ എന്തെങ്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിനെയാണ് സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാല് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ സ്കൂളുകളിൽ പഠിപ്പിക്കും. പക്ഷെ 2 ക്ലാസ്സിലായിരിക്കും. ഇപ്പൊ A ക്ലാസ്സില് എന്താണ് സാധാരണ കുട്ടികളും, A ഡിവിഷനിൽ സാധാരണ കുട്ടികളെങ്കിൽ B ഡിവിഷനിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ പ്രത്യേകം മാറ്റിയിരുത്തി ടീച്ചേഴ്സ് എല്ലാം ഒരുപോലെ ആയിരിക്കും. സാധാരണ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് തന്നെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവർക്ക് പതുക്കെ സ്ലോയിൽ ഇവര് എന്താണ് പാഠ്യങ്ങളെല്ലാം ഇവരെ പഠിപ്പിക്കും. അതാണ് ഈ സംയോജിത വിദ്യാഭ്യാസം. ഒരു സ്കൂളിലാണ് ഈ 2 കുട്ടികളും പഠിക്കുന്നത്, സാധാരണ കുട്ടികളും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളും. പക്ഷെ 2 ക്ലാസ്സിലായിട്ട്, ഇപ്പൊ A ഡിവിഷനിൽ സാധാരണ കുട്ടികളാണെങ്കിൽ B ഡിവിഷനിൽ എന്ത് ചെയ്യും, ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത്. ഇതിനെയാണ് സംയോജിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഒരു സ്കൂളിലാണ്, പക്ഷെ പ്രത്യേക ക്ലാസ്സുകളിലാണ്, ഒരേ അധ്യാപകരായിരിക്കും. പക്ഷെ മറ്റ് ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക്
കുറച്ച് സിലബസ് മാത്രം അവരുടെ കഴിവിനൊത്താണ് അവരെ എന്ത് ചെയ്യുന്നത് പഠിപ്പിക്കാറുള്ളത്. ഇപ്പൊ നോർമൽ കുട്ടികളുടെ കൂടെ തന്നെ ആയിരിക്കും, പക്ഷെ അവരെ പഠിപ്പിക്കുന്നത് പ്രത്യേക ക്ലാസ്സുകളിൽ ആയിരിക്കും. അതിനെയാണ് സംയോജിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഈ ആശയം കൊണ്ടുവന്നത്. അടുത്ത മൂന്നാമത്തതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഇതാണ് വളരെ പ്രധാനപ്പെട്ടത്. നമുക്ക് ഇന്ന് ഈ നമ്മുടെ എന്താണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് സ്കൂളുകളിലായാലും നമ്മുടെ എന്താണ് എയ്ഡഡ് സ്കൂളുകളിലായാലും ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസമാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. ഉൾച്ചേർന്ന എന്ന് വെച്ചാല് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ കുട്ടികളോട് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഒരു സ്കൂളിലാണ് പക്ഷെ 2 ക്ലാസ്സിലായിരിക്കും. അതാണ് സംയോജിത വിദ്യാഭ്യാസം. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചറിൽ കാണാം. ഇപ്പൊ ചെറുതായിട്ട് കണ്ണ് കണ്ടുകൂടാത്ത കുട്ടിയെ സാധാരണ കുട്ടിയിലൂടെ ഇരുത്തി പഠിപ്പിക്കുന്നു എന്ന് വെച്ചാല് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെ സാധാരണ കുട്ടികളോട് ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതിനെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയാണ്. പിന്നെ അതുപോലെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം. അപ്പൊ ഇവിടെ വിവേചനം ഒന്നും കാണില്ല. അയ്യോ എനിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്നോ അല്ലെങ്കിൽ അവന് നല്ല അങ്ങനത്തെ ഒരു വിവേചനം ഒന്നും കാണൂല. എല്ലാവർക്കും തുല്യരാണ്, തുല്യ അവകാശം. എന്തെങ്കിലും പരിഗണന അർഹിക്കുന്ന കുട്ടികൾ എന്ന വേർതിരിവേ ഉണ്ടാവൂല. അപ്പം ഒരാൾക്ക് എന്തെങ്കിലും കുറവ് ഉണ്ടെങ്കിലും അടുത്തിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യും, എന്തെങ്കിലും സഹായിക്കും. അതാണ് സമപ്രായക്കാരുടെ സഹായം ഉണ്ടാകും. പിന്നെ സമൂഹവുമായി ബന്ധപ്പെടുന്നതിനുള്ള നല്ലൊരു വേദി കൂടിയായിരിക്കും. കാരണം എനിക്ക് ഇന്ന കുറവുണ്ട്, ഞാൻ മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള ചിന്തയെല്ലാം മാറി മറ്റു കുട്ടികളുമായിട്ട് കളിക്കാനും സംസാരിക്കാനും എപ്പോഴും സന്തോഷമായിരിക്കാനുള്ള ഒരു ഒരു സിറ്റുവേഷൻ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്നു. പിന്നെ ഇതിന് വലിയ ചിലവൊന്നുമില്ല. പിന്നെ കുട്ടികൾക്ക് സ്നേഹം അതുപോലെ തന്നെ ബഹുമാനവും എല്ലാവരോടും സ്വന്തമായിട്ടുള്ള ഒരു സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാകുന്നു. കാരണം പ്രത്യേക പരിഗണന അർഹിക്കുന്ന സ്കൂളിൽ അല്ലെങ്കിൽ പ്രത്യേക സ്കൂളിലാവുമ്പം എല്ലാവരും എന്തെങ്കിലും പരിമിതി അല്ലെങ്കിൽ പ്രത്യേക പരിഗണന ഉള്ളവരായിരിക്കും. പക്ഷേ ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ സാധാരണ കുട്ടികളോട് കൂടെ ആയിരിക്കും ഇവരായിരിക്കുന്നത്. അപ്പൊ അവര് ചെയ്യുന്നത് പോലെ ഇവരും ചെയ്യാനുള്ള ഇത് കാണിക്കും. പിന്നെ അവര് കളിക്കുമ്പോൾ അവര് പഠിക്കുമ്പോൾ കൂടെ പഠിക്കാനും ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ കൂടെ ചിത്രം വരയ്ക്കാനും. അപ്പൊ അവര് തന്നെ ഒരു വേർതിരിവ് അവിടെ ഉണ്ടാകുന്നില്ല. അത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് ക്ലിയർ ആയോ? ഇത്രയും പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കുള്ള വിദ്യാഭ്യാസത്തില് വരുന്ന പ്രധാനമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞു എന്ന് ഈ സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിൽ നിൽക്കുന്ന എന്ന് വെച്ചാല് ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തതും കുടുംബങ്ങൾ താറുമാറായ അങ്ങനത്തെ, പിന്നെ സിംഗിൾ പാരന്റ് അങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസം ഏതാണ്? കുറെ കാലം പഠിക്കാൻ പറ്റാതെ ആയിട്ട് ആർക്കറിയാം? കുറെ കാലം എന്താ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്താ കേട്ടില്ല? സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ല, അനുപൂരക വിദ്യാഭ്യാസമാണ്. വെരി ഗുഡ്. അനുപൂരക കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ എന്ന് പറയും. കുറെ നാൾ പഠിക്കാൻ പറ്റാതിരുന്നിട്ട് പിന്നെ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തെയാണ് അനുപൂരക വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ പ്രധാനപ്പെട്ടത്. സംയോജിത വിദ്യാഭ്യാസം, ഉൾച്ചേർന്ന വിദ്യാഭ്യാസം, പ്രത്യേക വിദ്യാഭ്യാസം. ഓക്കെ, ഇനി നമുക്ക് ഈ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രധാനപ്പെട്ട 2-3 നിയമങ്ങൾ നോക്കാം. ഒന്നാമത്തത് മെന്റൽ ഹെൽത്ത് ആക്ട് 1987 മെന്റൽ ഹെൽത്ത് ആക്ട്. ഇത് മാനസിക പ്രശ്നം ഉള്ളവർക്ക് അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണ്, അവരെ എങ്ങനെ സംരക്ഷിക്കണം, അവർക്ക് എന്തൊക്കെ ശുശ്രൂഷകൾ നൽകണം, അതിനു വേണ്ടി നിലവിൽ വന്ന ആക്ടിനെയാണ് മെന്റൽ ഹെൽത്ത് ആക്ട്
1987 എന്ന് പറയുന്നത്. അപ്പൊ 1987 നിലവിൽ വന്ന ആക്ടിന്റെ പേരാണ് ഏത്? മെന്റൽ ഹെൽത്ത് ആക്ട്. എന്ന് വെച്ചാൽ മാനസിക പ്രശ്നമുള്ളവർക്ക് ആവശ്യമായ സംരക്ഷണം ശുശ്രൂഷയും നൽകുക എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അടുത്ത രണ്ടാമത്തതാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്, RCI എന്നൊക്കെ, RCI അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് 1992 നടപ്പിലാക്കിയ ഒരു നിയമമാണ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. പുനരധിവാസ, ഇതിനെ മലയാളത്തിൽ പറയുന്ന പേരാണ് പുനരധിവാസ ആക്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. മാനസികമായിട്ടും ശാരീരികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുക, ഇവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക. പിന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയും നിലവിൽ വന്ന നിയമമാണ് പുനരധിവാസ ആക്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട്. അത് നിലവിൽ വന്നത് 1992 അപ്പൊ മെന്റൽ ഹെൽത്ത് ആക്ട് നിലവിൽ വന്നത് 1987 അടുത്ത പുനരധിവാസ ആക്ട് അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് 1992 ആണ്. അടുത്തത് നാഷണൽ ട്രസ്റ്റ് ആക്ട്, NTA. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. NTA 1999 നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ചാല് നമ്മുടെ സാമൂഹ്യ സംരക്ഷണ വകുപ്പ്, അവരുടെ കീഴിൽ വന്ന ഒരു നിയമമാണ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലാണെങ്കിൽ ഈ 4 പേർക്കാണ് കൂടുതൽ പ്രാധാന്യം. ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് ഇത് ഒരിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. NTA ആക്ടിൽ വരുന്നത് ആരൊക്കെ, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് തെരഞ്ഞെടുത്ത് എഴുതുക, ആ രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ പ്രധാനം നാഷണൽ ട്രസ്റ്റ് ആക്ടിന്റെ കീഴിൽ 4 പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്കാണ് പ്രാധാന്യം നൽകിയിരുന്നത്. അതിൽ ഒന്നാണ് ഓട്ടിസം, സെറിബ്രൽ പ്ലാസി, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, ഒന്നിലധികം വൈകല്യമുള്ളവർ. ഇവരെ സംരക്ഷിക്കുന്നതിന്, അവരുടെ വെൽഫെയറിന്, അവരുടെ പുനരധിവാസത്തിനും അവരെ ശുശ്രൂഷിക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് അല്ലെങ്കിൽ NTA ആക്ട് 1999. അപ്പം അതിൽ ആരെയൊക്കെയാണ് സംരക്ഷിക്കേണ്ടത്? 4 പേര് ആരൊക്കെയാണ്? ഓട്ടിസം ബാധിച്ചവർ, സെറിബ്രൽ വെല്ലുവിളികൾ നേരിടുന്നവർ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ളവർ. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 4 പേരെ സംരക്ഷിക്കുന്നതിനുള്ള നിയമമാണ് ഏത്? ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഇവരെ ഈ 4 വിഭാഗത്തിൽപ്പെട്ട മാനസിക വൈകല്യമുള്ളവർ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന നിയമമാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999. ഓക്കെ, അടുത്തത് ഇനി PWD ആക്ട്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995. ഓക്കെ, PWD ആക്ട് 1995 നിലവിൽ വന്നത്. എന്നാൽ അത് പ്രാബല്യം, ഇത് നടപ്പിലാക്കിയത് 1995 നിലവിൽ വന്നത് എങ്കിലും 1996 മുതലാണ് ഇതെന്ത് ചെയ്യുന്നത്, നടപ്പിലാക്കി തുടങ്ങിയത്. ഇതെന്ന് വെച്ചാല് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. എന്ന് വെച്ചാല് ഇപ്പം മാനസികമായിട്ടും ഈ നേരത്തെ പറഞ്ഞ പ്രത്യേക പരിഗണന ആരോ മൈക്ക് ഓൺ ചെയ്തിട്ടിരിക്കുകയാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ PWD ആക്ട് അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് 1995 ഇത് നിലവിൽ വന്നത്. പിന്നെ ഇതെന്ന് വെച്ചാൽ ഈ പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് തുല്യ അവകാശങ്ങൾ നൽകുക, പിന്നെ അവരെ സംരക്ഷിക്കുക തുടങ്ങിയവയാണ് ഈ ആക്ടില് എന്ത് ചെയ്തത് പറഞ്ഞിട്ടുള്ളത്. അടുത്ത RTE ആക്ട് 2009, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009,
വിദ്യാഭ്യാസ അവകാശം എന്ന പേരിൽ ഇതിനെ അറിയപ്പെടുന്നു. വിദ്യാഭ്യാസ അവകാശം എന്ന പേരിൽ അറിയപ്പെടുന്നു. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നതാണ് ഈ ആക്ടിന്റെ പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നിട്ട് ഇത് വിദ്യാഭ്യാസം എന്നത് ഒരു മൗലിക അവകാശമാണ്. അപ്പം ഇത് ഈ വിദ്യാഭ്യാസ അവകാശം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതമായിട്ടും സൗജന്യമായിട്ടും വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടെ വന്ന ആക്ടാണ്, നിയമമാണ് RTE ആക്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇനി PWD ആക്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 1995 ആക്ടിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അവര് റിവൈസ് ചെയ്തു, കുറെ കാര്യങ്ങളെ കൂടെ കൂട്ടി റിവൈസ് ചെയ്തു. 2016 ഒരു PWD ആക്ട് കൂടെ നിലവിൽ കൊണ്ടുവന്നു. പക്ഷെ അതിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്നും കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം PWD ആക്ട് റിവൈസ് ചെയ്ത എപ്പോഴെന്ന് ചോദിച്ചാല് 2016 അപ്പൊ PWD ആക്ട് നിലവിൽ വന്നത് 1995 പിന്നെ ഇതിനെ വീണ്ടും റിവൈസ് ചെയ്തതാണ് എപ്പോഴാണ്? 2016. ഒരിക്കൽ കൂടെ ഓട്ടിച്ച് പറഞ്ഞു തരാം. അപ്പൊ മാനസികമായിട്ട് ശാരീരികമായിട്ടും വെല്ലുവിളികൾ നേരിടുന്നവരുടെ ഉന്നമനത്തിനായിട്ട് വേണ്ടിയുള്ള പ്രധാന ആക്ടുകളാണ് മെന്റൽ ഹെൽത്ത് ആക്ട്. അത് നിലവിൽ വന്നത് 1987 മാനസിക പ്രശ്നമുള്ളവരെ സംരക്ഷിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത് പുനരധിവാസ ആക്ട് 1992 നിലവിൽ വന്നത്. ഇതിനെ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് എന്ന പേരിലും അറിയപ്പെടുന്നു. മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ പുനരധിവസിപ്പിക്കുക, പിന്നെ അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത്. അടുത്ത നാഷണൽ ട്രസ്റ്റ് ആക്ട്, ഇതാണ് പ്രധാനപ്പെട്ടത്. 1999 നിലവിൽ വന്നതാണ് NTA ആക്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് അതിന്റെ അണ്ടറില് അതിന്റെ കീഴിൽ വന്ന നിയമമാണ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനമായിട്ട് 4 മാനസികമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന അല്ലെങ്കിൽ 4 പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെയാണ് ഇതിൽ കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയത്. ഓട്ടിസം ഉള്ളവര്, സെറിബ്രൽ പ്ലാസി ഉള്ളവര്, മാനസിക വൈകല്യങ്ങളുള്ളവർ, ഒന്നിലധികം വൈകല്യമുള്ളവർ, ഇവർക്കാണ് ഇതിൽ പ്രാധാന്യം. ഇവരെ സംരക്ഷിക്കുന്നതിനും അവരുടെ വെൽഫെയറിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ നാഷണൽ ട്രസ്റ്റ് ആക്ട് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്നത് 1999 ആണ്. അടുത്ത് PWD ആക്ട്. ഇത് 1995 നിലവിൽ വന്നുവെങ്കിലും പ്രാബല്യത്തിലായത് 1996 പക്ഷെ നിങ്ങൾ എക്സാമിന് ചോദിക്കുമ്പോൾ 1995 എന്നാണ് എഴുതേണ്ടത്. പിന്നെ അതിനെ വീണ്ടും റിവൈസ് ചെയ്തതാണ് 2016. ഇത് എല്ലാ തരത്തിലുള്ള ഇപ്പം പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ളത്, അവർക്ക് പിന്നെ പരിഗണന നൽകുക, അതുപോലെ തുല്യ അവകാശങ്ങൾ നൽകുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. അടുത്ത വിദ്യാഭ്യാസ അവകാശം അല്ലെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 നിലവിൽ വന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ആക്ടുകളെ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയോ? ക്ലിയർ ആയിട്ടില്ലേ? ജസ്റ്റ് ഒന്ന് വായിച്ച് ആ ഇയറും കൂടെ ഓർത്തിരുന്നാ മതി. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് പഠന രീതികൾ. പലതരത്തിലുള്ള പഠന രീതികൾ. എന്താണ് പഠന രീതികൾ എന്ന് പറഞ്ഞാൽ? എന്താണ് പഠന രീതികൾ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ എല്ലാരും ഒരേ രീതിയിലാണോ പഠിക്കുന്നത്? അല്ല. അല്ല. ചിലവർ ഇരുന്ന് പഠിക്കും അല്ലെ, ചിലവർ കിടന്ന് പഠിക്കും, ചിലവർ പാട്ടിട്ട് പഠിക്കും, ചിലവർ നടന്ന് പഠിക്കും അല്ലെ. ഓരോരുത്തരുടെ പഠന രീതികൾ അല്ലെങ്കിൽ പഠന ശൈലികൾ എന്ന് പറയുന്ന പലതരത്തിലാണ്. അതിനെയാണ് നമ്മൾ പഠന രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ പഠിക്കാൻ ഉപയോഗിക്കുന്ന രീതികളെയാണ് പഠന രീതികൾ, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രീതികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പഠന രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വിദ്യാഭ്യാസത്തിലോട്ട് വരുമ്പം
പഠന രീതികൾ പ്രധാനമായിട്ട് പഠന രീതികളെ രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പം പഠന രീതിയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ശിശു കേന്ദ്രീകൃത രീതി എന്ന് വെച്ചാൽ എന്താണ്? കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന എന്താണ് പഠന രീതി. അടുത്ത് രണ്ടാമത്തത് അധ്യാപക കേന്ദ്രീകൃത രീതി എന്ന് വെച്ചാല് ടീച്ചർ സെന്റേർഡ്, അധ്യാപകർക്കായിരിക്കും ഇവിടെ പ്രാധാന്യം നൽകുന്ന പഠന രീതി. അപ്പം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പഠനത്തിനായി ഉപയോഗിക്കുന്ന രീതിയാണ് പഠന രീതികൾ എന്ന് പറയുന്നത്. പഠന രീതിയെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ശിശു കേന്ദ്രീകൃത രീതി അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് എന്നും അധ്യാപക കേന്ദ്രീകൃത രീതി അല്ലെങ്കിൽ ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷനും. നിങ്ങൾക്കറിയാലോ എന്താണ് ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറഞ്ഞാൽ? കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന പഠന ടീച്ചറൊക്കെ ഒരു ഗൈഡായിട്ട് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ സ്കഫോൾഡർ ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. കുട്ടിക്കാണ് അവിടെ പ്രാധാന്യം. കുട്ടി എന്ത് ചെയ്യുന്നു അതിനനുസരിച്ചാണ് അവിടെ പഠനം നടക്കുന്നത്. പക്ഷെ അധ്യാപക ഉദാഹരണം പറയാമോ ശിശു കേന്ദ്രീകൃത രീതിക്ക്? ശിശുവിന് കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന രീതിക്ക് ഏതെങ്കിലും ഉദാഹരണം അറിയാമോ നിങ്ങൾക്ക്? നിലവിലുള്ള വിദ്യാഭ്യാസ രീതി. ഉദാഹരണമാണ് ചോദിച്ചത്. അന്വേഷണ രീതി. അന്വേഷണ രീതി. നിരീക്ഷണം, പ്രൊജക്ടുകൾ കൊടുക്കുന്നത് കുട്ടികൾക്ക്. കളി രീതി അല്ലെ, പ്രോജക്റ്റ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നത്, അങ്ങനത്തെ പല രീതികളുണ്ട്. അത് നമുക്ക് പഠിക്കാം. അടുത്തിനി അധ്യാപക കേന്ദ്രീകൃത രീതി. എന്താണ് അധ്യാപക കേന്ദ്രീകൃത രീതി എന്ന് പറഞ്ഞാൽ? എന്താ? എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അധ്യാപകനാണ് പ്രാധാന്യം. കുട്ടികൾ അവിടെ ജസ്റ്റ് ഒന്ന് അവിടെ വന്നിരിക്കും. അധ്യാപകൻ എല്ലാം പറഞ്ഞു കൊടുത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചെടുക്കുന്നു. അത്ര ഒരു ഇതേ ചെയ്യണുള്ളൂ. അപ്പൊ അധ്യാപകനാണ് പ്രാധാന്യം. ഒരു എക്സാമ്പിൾ പറയാമോ? ലെക്ചർ മെത്തേഡ്. വെരി ഗുഡ്. ലെക്ചർ മെത്തേഡ് അല്ലെ. ലെക്ചർ മെത്തേഡിൽ അധ്യാപകൻ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കുട്ടികൾ അത് കേട്ടോണ്ടിരിക്കും. ചിലവര് ശ്രദ്ധിക്കും, ചിലവര് എന്ത് ചെയ്യില്ല, ശ്രദ്ധിക്കില്ല. അപ്പൊ കുട്ടി അവിടെ ഒരു ആക്ടിവിറ്റിയിലോ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല. അപ്പൊ ഇപ്പോഴത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ശിശു കേന്ദ്രീകൃത രീതിയാണ്. അപ്പൊ കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതിയാണ് ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അന്വേഷണാത്മക രീതി, പ്രശ്ന പരിഹരണ രീതി, അപഗ്രഥന രീതി, പ്രോജക്റ്റ് രീതി, കളി രീതി. അപ്പം കുട്ടികൾക്ക് പ്രാധാന്യം നൽകുന്ന പഠന രീതിയാണ് ശിശു കേന്ദ്രീകൃത രീതി എന്ന് പറയുന്നത്. അതിന് നമുക്ക് എന്തൊക്കെയാ കുറച്ച് ശിശു കേന്ദ്രീകൃത രീതിയെ കുറിച്ച് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഗവേഷണ രീതി അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയും. ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. അപ്പൊ അന്വേഷിച്ച് കണ്ടെത്തി, ഇപ്പൊ ഒരു ടോപ്പിക് കൊടുക്കുമ്പം നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ചെയ്തിട്ട് വരാൻ ഒരു പ്രോജക്റ്റ് ഒക്കെ കൊടുത്താൽ കുട്ടികൾ എന്ത് ചെയ്യും? എല്ലായിടും ചെന്ന് ഒന്നേ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ ആരോടെങ്കിലും എക്സ്പേർട്ടുകളോട് അല്ലെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് സ്വയം കണ്ടെത്തി അവരെന്ത് ചെയ്യും? കണ്ടെത്തി പഠിക്കുന്ന രീതിയാണ് എന്ത് പറയുന്നത്? അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഗവേഷണ രീതി അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇതിനെ ഹ്യൂറിസ്റ്റിക്, ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന്റെ ഉപജ്ഞാതാവ് ആംസ്ട്രോങ് ആണ്. ആരാണ് ഇതിന്റെ ഉപജ്ഞാതാവ്? ആംസ്ട്രോങ് ആണ് നമ്മുടെ അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ്. ഹ്യൂറിസ്റ്റിക് എന്നാൽ കണ്ടെത്തുക എന്ന അർത്ഥം വരുന്ന ഹ്യൂരിസ്കോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ഹ്യൂറിസ്റ്റിക് എന്ന പദം ഉണ്ടായിരുന്നത്. അപ്പം ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. ഹ്യൂരിസ്കോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ ഹ്യൂറിസ്റ്റിക് എന്ന പദം ഉണ്ടായത്. കുട്ടികൾ സ്വയം പ്രശ്ന പരിഹാരം കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഈ കണ്ടെത്തൽ രീതി അല്ലെങ്കിൽ ഗവേഷണ രീതി അല്ലെങ്കിൽ അന്വേഷണാത്മക രീതി എന്ന് പറയുന്നത്. പ്രോസസ്സാണ് ഉൽപ്പന്നത്തെക്കാൾ പ്രാധാന്യം. എന്താണ് ഈ സെന്റൻസില് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് പഠിപ്പിച്ചു കഴിഞ്ഞതിന് ശേഷം
ഞാൻ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ ചോദിക്കുക അല്ലെങ്കിൽ പരീക്ഷ നടത്തുകയോ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് ആ പ്രോസസ്സാണ്. അപ്പം ഈ നമ്മുടെ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ അല്ലെങ്കിൽ അന്വേഷണാത്മക രീതിയിൽ ഇപ്പൊ പഠിപ്പിച്ചു കൊണ്ട് ഇരിക്കുമ്പോ തന്നെ ഇപ്പൊ അറിഞ്ഞുകൂടാത്തതിനെ കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ടീച്ചേഴ്സ് ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടെത്തി അല്ലെങ്കിൽ നെറ്റ് വഴിയൊക്കെ കാണിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പം കുട്ടിക്ക് എന്തായിരിക്കും, കുറച്ചുകൂടെ നല്ല ഫലവത്താകും. പക്ഷേ പ്രോഡക്റ്റ് അല്ലെങ്കിൽ മാർക്ക് കിട്ടി കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പ്രോസസ്സിനാണ് പ്രാധാന്യം, പഠന പ്രക്രിയക്കാണ് പ്രാധാന്യം, അല്ലാതെ കിട്ടുന്ന ഉൽപ്പന്നത്തിനല്ല. പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ കുട്ടിയുടെ അറിവും പിന്നെ കുട്ടിയുടെ ബൗദ്ധിക വികാസവും വളരെ വളർന്നുകൊണ്ടേയിരിക്കും. അതിനാണ് പ്രോസസ്സ് എന്ന് വെച്ചാൽ പഠന സമയത്താണ് പ്രാധാന്യം, അല്ലാതെ പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന റിസൾട്ടിനല്ല ഈ അന്വേഷണാത്മക രീതിയിൽ പ്രാധാന്യം. പിന്നെ ശ്രമ പരാജയ സിദ്ധാന്തം മനഃശാസ്ത്ര തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് വളരെ പ്രധാനമാണ്. ശ്രമ പരാജയ സിദ്ധാന്തം മനഃശാസ്ത്ര തത്വത്തെ ആരാണ് ഈ ശ്രമ പരാജയ സിദ്ധാന്തം രൂപീകരിച്ചത്? തോണ്ടേക്കിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? വിദ്യാഭ്യാസ തോണ്ടേക്കാണ്. അപ്പം എന്ന് വെച്ചാല് ശ്രമ പരാജയങ്ങൾ, ഇപ്പൊ നമുക്ക് ട്രയൽ ആൻഡ് എറർ, ഒരിക്കൽ ചിലപ്പോ ശ്രമിച്ചാൽ കിട്ടും, ചിലപ്പോ കിട്ടൂല. അപ്പൊ നമ്മൾ കിട്ടുന്നത് വരെ ശ്രമിക്കുക. പരാജയം ഇപ്പൊ ചിലപ്പോ പരാജയം ഉണ്ടാവാം, ചിലപ്പോ വിജയം ഉണ്ടാകാം. ആ സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പഠന രീതിയാണ് ഈ അന്വേഷണം. ചിലപ്പം അന്വേഷിച്ച് കണ്ടെത്തും, ചിലപ്പം കണ്ടെത്താൻ പറ്റൂല, എന്നാലും വീണ്ടും അന്വേഷിക്കുക. അതാണ് ഈ ശ്രമപരാജയ സിദ്ധാന്ത മനഃശാസ്ത്ര തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള പഠന രീതിയാണ് ഏത്? ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഗവേഷണം അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി എന്ന് പറയുന്നത്. പിന്നെ ഗവേഷണ തൽപരത വളർത്താൻ സഹായിക്കുന്ന ബോധന രീതിയാണ് ഗവേഷണത്തില് അല്ലെങ്കിൽ ഡിസ്കവറി ലേണിംഗില് അല്ലെങ്കിൽ ഡിസ്കവറിയിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റില് ഇൻട്രസ്റ്റ് കാണിക്കാൻ കരുതി സഹായിക്കുന്ന ഒരു ബോധന രീതിയാണ്, ഒരു പഠിപ്പിക്കുന്ന രീതിയാണ് അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഉപജ്ഞാതാവ് ആംസ്ട്രോങ് ആണ്. ഹ്യൂറിസ്കോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹ്യൂറിസ്റ്റിക് എന്ന കണ്ടെത്തുക എന്ന അർത്ഥം വരുന്ന ഹ്യൂറിസ്റ്റിക് എന്ന പദം ഉണ്ടായത്. കുട്ടികൾ സ്വയം പ്രശ്നങ്ങൾ പരിഹരിക്കുകയും കണ്ടെത്തുകയും കണ്ടുപിടിക്കുകയും ചെയ്യുന്ന രീതിയാണ് അന്വേഷണാത്മക രീതി എന്ന് പറയുന്നത്. ഇതില് പഠന പ്രക്രിയക്കാണ് പ്രാധാന്യം, അല്ലാതെ കിട്ടുന്ന ഉൽപ്പന്നത്തിനല്ല പ്രാധാന്യം. പിന്നെ ശ്രമപരാജയ സിദ്ധാന്ത മനഃശാസ്ത്ര തത്വത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഗവേഷണ തൽപരത, ഗവേഷണത്തിൽ ഇൻട്രസ്റ്റ് വളർത്താൻ സഹായിക്കുന്ന ഒരു ബോധന രീതിയാണ് അന്വേഷണാത്മക രീതി അല്ലെങ്കിൽ ഗവേഷണ രീതി അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇത്ര ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഓക്കെ. അടുത്ത് ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ്. ഒന്നാമത്തെ എന്താണ്? പ്രശ്നത്തെ ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു പ്രോജക്റ്റ് തരയാണ്, ഇന്ന കാര്യങ്ങൾ കണ്ടെത്തി കൊണ്ടുവരാൻ, എന്തെങ്കിലും ഇപ്പൊ എന്ത് പറയാൻ, ഇപ്പൊ ഒരു സ്കൂളില് പിന്നെ ഒരു 5 കുട്ടികൾ എന്നും പ്രശ്നമാണ്, എന്നും കൂട്ടുകാരെ വഴക്ക് പറയും, അടിയുണ്ടാക്കും. അപ്പൊ ഇവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി കൊണ്ടുവരാൻ ഞാൻ നിങ്ങൾക്ക് ഒരു ഹ്യൂറിസ്റ്റിക് മെത്തേഡ് വഴി ഞാൻ നിങ്ങളോട് പറയണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഈ 5 പേരെയും കണ്ടെത്തിയിട്ട് അവരുടെ പ്രശ്നം നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ചറിയും. പ്രശ്നം അവർക്ക് എന്താണ് അവരുടെ പ്രശ്നം എന്ന് നിങ്ങൾ തിരിച്ചറിയുക. അതാണ് ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ അനുമാനം രൂപപ്പെടുത്തൽ. അനുമാനം എന്ന് വെച്ചാല് എന്താണ്? ഹൈപ്പോതിസിസ് എന്ന് പറയും, ഒരു ഗസ്
അല്ലെങ്കിൽ ഊഹങ്ങൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ 5 പേരുണ്ടെങ്കിൽ 5 പേരെ നിങ്ങൾ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കുകയാണ് ഇന്ന കാരണത്താലായിരിക്കും ഈ കുട്ടിക്ക് ഈ ദേഷ്യം അല്ലെങ്കിൽ മറ്റുള്ളവരെ വഴക്ക് പറയാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടായത് എന്ന് 2-3 കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റകൾ എന്ത് ചെയ്യും, ദത്തങ്ങൾ ശേഖരിക്കും. എന്നിട്ട് ഈ ദത്തങ്ങളെ നമ്മൾ ചിന്തിച്ച അനുമാനവുമായിട്ട് ശരിയാണോ എന്ന് നോക്കും. അപ്പം അതാണ് ഡേറ്റയുടെ വിശകലനം. ഈ ഡേറ്റയെ അനാലിസിസ് ചെയ്തിട്ട് പിന്നെ അവസാനം നിഗമനത്തിൽ എത്തിച്ചേരും, കൺക്ലൂഷനിൽ ഇന്ന കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ ഇന്ന കുട്ടി ഇന്ന കാരണം കൊണ്ടാണ് മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നത് അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിക്കുന്നതെന്ന് കണ്ടെത്തും. അതാണ് ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹ്യൂറിസ്റ്റിക് രീതിയുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം പ്രശ്നത്തെ തിരിച്ചറിയുക, പിന്നെ അനുമാനം രൂപപ്പെടുത്തുക, പിന്നെ ഡേറ്റയെ ശേഖരിക്കുക. ഡേറ്റ ശേഖരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അതിനെ എന്ത് ചെയ്യൂ, വിശകലനം ചെയ്യൂ. പിന്നെ അവസാനം ഒരു നിഗമനത്തിൽ അല്ലെങ്കിൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ഇതാണ് ഹ്യൂറിസ്റ്റിക് മെത്തേഡിന്റെ സ്റ്റേജസ് അല്ലെങ്കിൽ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡ് അല്ലെങ്കിൽ അന്വേഷണാത്മക രീതിയുടെ പ്രത്യേകത അല്ലെങ്കിൽ രീതി കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്. സ്വന്തം അന്വേഷണത്തിലൂടെ അനുഭവങ്ങളുടെ അറിവ്. സ്വന്തമായിട്ട് അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അറിവുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. ഇപ്പൊ നിങ്ങൾ ഒരു ടോപ്പിക്ക് ഞാൻ തന്നെ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നിങ്ങൾ സ്വയം അത് കണ്ടെത്തി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെ ആ ഒരു അറിവ് എന്ത് ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു കുട്ടി എന്നും ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരുന്നു, ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് ടീച്ചർ കണ്ടെത്താൻ പറയുമ്പോൾ നിങ്ങൾ ചെന്ന പിന്നെ എല്ലാ ഡീറ്റെയിലും കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇന്ന കാരണം കൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ ഒരു അനുഭവത്തെ നിങ്ങൾക്ക് മറക്കാൻ പറ്റൂല. ആ അനുഭവങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവുകളും നിങ്ങൾ എന്ത് ചെയ്യും, ഒരിക്കലും മറക്കില്ല. പിന്നെ പ്രശ്ന പരിഹരണത്തിൽ ആനന്ദം അനുഭവിക്കുന്നു. ഇപ്പൊ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടെത്തിയപ്പോൾ നിങ്ങൾക്ക് തന്നെ സ്വയം എന്താണ് ഒരു സന്തോഷം കിട്ടുന്നു. സ്വന്തമായി കൽപ്പിക്കുന്ന വിധിയിൽ വിശ്വസിക്കുന്നു, തെറ്റിനെയൊന്നും ഭയപ്പെടുന്നില്ല, കാഴ്ചപ്പാടില് അയവൊക്കെ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചതല്ല കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും പോലെയല്ല ഈ ലോകം, പലതും നമുക്ക് കണ്ടെത്താനുണ്ട് അല്ലെങ്കിൽ പലതും പഠിക്കാനുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. പിന്നെ എല്ലാ ചോദ്യങ്ങൾക്കും അന്തിമ ഉത്തരം വേണമെന്ന് ശഠിക്കൂല. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും ഇപ്പൊ ചില കാര്യങ്ങൾക്ക് ആൻസർ കിട്ടൂല, അപ്പം അത് കിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം കുട്ടികൾക്കുണ്ടാകും. പിന്നെ ഉത്തരത്തോടൊപ്പം കടന്നു പോകുന്ന പ്രക്രിയയും പ്രധാനമാണ്. ഇത് തുടർ പഠനത്തിന് സഹായിക്കുന്നു. ഇപ്പൊ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് കുറച്ചുകൂടെ മുന്നേറാൻ പറ്റും എന്നുള്ള ഇതൊക്കെ ഇതിൽ നിന്നുണ്ടാകുന്നു. പിന്നെ സ്വയം പഠനത്തിന്റെ രീതിശാസ്ത്രം തിരിച്ചറിയുന്നു. നമുക്ക് സ്വയം എങ്ങനെ പഠിക്കാം, അതാണ് ഇതിന്റെ മെയിൻ. ഇതാണ് ഹ്യൂറിസ്റ്റിക്, അതാണ് കണ്ടെത്തി സ്വയം എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു രീതിയും ഇതിൽ നിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നും നോക്കണ്ട നിങ്ങൾ. അടുത്തിനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പ്രശ്ന പരിഹരണ രീതി അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് മെത്തേഡ്. പ്രശ്ന പരിഹരണ രീതി എന്തായിരിക്കും? അതിൽ തന്നെ ഉണ്ട് പ്രോബ്ലത്തെ സോൾവ് ചെയ്യുക, അല്ലെ? കുട്ടി തന്നെ പഠന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ജീവിത സന്ദർഭത്തിൽ നേരിടുന്ന ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും പ്രശ്നം വിശകലനം ചെയ്ത് പരിഹാര പ്രവർത്തനങ്ങൾ നടത്തി പ്രശ്നത്തെ പരിഹരിക്കുകയും ചെയ്യുന്ന രീതിയാണ്. അപ്പം കുട്ടി തന്നെ എന്ത് ചെയ്യുക, സ്വയം തൻ്റെ ജീവിതത്തില് അല്ലെങ്കിൽ പഠനത്തില് നേരിടുന്ന പ്രശ്നങ്ങളെ സ്വയം വിശകലനം ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തുന്ന രീതിയാണ് പ്രശ്ന പരിഹരണ രീതി എന്ന് പറയുന്നത്. പിന്നെ പ്രതിഫലനാത്മക ചിന്തയും യുക്തിചിന്ത എന്നിവ വളരുന്നതിന് ഈ പ്രശ്ന പരിഹരണ രീതി സഹായിക്കുന്നു. സ്വന്തമായിട്ട് ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുമ്പം കുട്ടികളിൽ എന്താണ് റീസണിങ്, അതുപോലെ ക്രിയേറ്റീവ് തിങ്കിങ്, പിന്നെ അതുപോലെ എല്ലാ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി എല്ലാം എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുന്നു. പിന്നെ ഒരിക്കൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, അമൂർത്തമായ പ്രശ്ന പരിഹാര ശേഷി വികസിപ്പിക്കുന്നതിന് സഹായകമാകുന്ന ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ആര്? അമൂർത്തമായ പ്രശ്ന പരിഹരണ ശേഷി എന്ന് വെച്ചാല് ഇപ്പം ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു പ്രശ്നത്തെ പരിഹരിക്കാനുള്ള ഒരു മോഡൽ
നിർമ്മിച്ചത് ആര്? ഐഡിയൽ മോഡൽ എന്നാണ് പറയുന്നത്. ഈ ഐഡിയൽ മോഡൽ അവതരിപ്പിച്ചത് ബ്രാൻഫോർഡ് ആൻഡ് സ്റ്റെയിൻ ആണ്. ബ്രാൻഫോർഡും സ്റ്റെയിനുമാണ് നമ്മുടെ പ്രശ്നപരിഹാരണ ശേഷി അല്ലെ അമൂർത്തമായത് വേണ്ട, നിങ്ങൾ പ്രശ്നപരിഹരണ ശേഷി വികസിപ്പിക്കുന്നതിന് സഹായമാവുന്ന ഒരു മോഡൽ ഡെവലപ്പ് ചെയ്തത് ബ്രാൻഫോർഡും സ്റ്റെയിനുമാണ് ആ മോഡല് ഡെവലപ്പ് ചെയ്തത്. അടുത്ത പ്രശ്നപരിഹരണ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് പ്രശ്നത്തെ തിരിച്ചറിയുക, പിന്നെ എന്ത് ചെയ്യുക? പ്രശ്നത്തെ നിർവചിക്കുക, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അനുമാനം അല്ലെങ്കിൽ പരികല്പന ഹൈപ്പോത്തിസിസ് രൂപീകരിക്കുക, പിന്നെ ഈ പ്രശ്ന പരിഹരണത്തിന് എന്തൊക്കെ തന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതിനെ ആസൂത്രണം ചെയ്യണം, പിന്നെ വിവരത്തെ ശേഖരിക്കുക, പിന്നെ അവസാനം വിവരത്തെ അപഗ്രഥനം അനാലിസിസ് ചെയ്തിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. അപ്പം എപ്പോഴും നിങ്ങൾ ഓർക്കേണ്ട ഇതിന്റെയൊക്കെ സ്റ്റെപ്പ് വരുമ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? പ്രശ്നത്തെ തിരിച്ചറിയുക. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടിരിക്കും, മാറ്റി മറിച്ചു വിട്ടിട്ട് കറക്റ്റ് ഓർഡറിലൊക്കെ എഴുതാനൊക്കെ ചോദിക്കും. അപ്പൊ പ്രശ്നത്തെ തിരിച്ചറിയണം, പിന്നെ എന്ത് ചെയ്യുക? പ്രശ്നത്തെ പരികല്പന രൂപീകരിക്കുക, പിന്നെ ഈ പരികല്പനയുടെ അടിസ്ഥാനത്തിൽ വിവരങ്ങളെ ശേഖരിക്കണം. ഈ ശേഖരിച്ച വിവരങ്ങളെ അപഗ്രഥനം അല്ലെങ്കിൽ അനാലിസിസ് അല്ലെങ്കിൽ വിശകലനം ചെയ്യണം. പിന്നെ അവസാനം ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് അതിനെ വിലയിരുത്തണം. ഞാൻ പിന്നെ കണ്ടുപിടിച്ച പ്രോബ്ലം അല്ലെങ്കിൽ സൊല്യൂഷൻ ഈ പ്രോബ്ലത്തിന് ശരിയാണോ എന്ന് കണ്ടെത്തുക. അതാണ് ഈ പ്രശ്ന പരിഹരണ രീതിയുടെ വിവിധ ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രശ്ന പരിഹരണ രീതിയുടെ ശരിയായ ക്രമീകരണം ഏതാണ്? പഠന പ്രശ്ന ഏറ്റെടുക്കൽ, ദത്തങ്ങൾ സ്വീകരിക്കൽ, നിഗമനങ്ങൾ രൂപീകരിക്കൽ, പരികല്പനകൾ രൂപീകരിക്കൽ. പഠന പ്രശ്നം ഏറ്റെടുക്കൽ, പരികല്പന രൂപീകരിക്കൽ, ദത്തങ്ങൾ സ്വീകരിക്കൽ, നിഗമനങ്ങൾ രൂപീകരിക്കൽ. നമുക്ക് എപ്പോഴും അറിയാം നിഗമനങ്ങൾ അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ലാസ്റ്റിലാണ് വരുന്നത്. ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയുക, പിന്നെ എന്ത് ചെയ്യുക? ഒരു പരികല്പന രൂപീകരിക്കുക. പരികല്പന രൂപീകരിച്ച ഉടനെ അല്ലെങ്കിൽ അനുമാനങ്ങൾ, അതാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അനുമാനങ്ങൾ രൂപീകരിച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്യുക? ദത്തങ്ങളെ കളക്ട് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്ത് അതിനെ അനാലിസിസ് ചെയ്തിട്ട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരുക. അപ്പൊ വളരെ ഈസി ആയിട്ട് അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ തന്നത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തതാണ് അപഗ്രഥന രീതി അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്സ് എന്ന് പറയാം. അപഗ്രഥന രീതി ഒരു വസ്തുവിനെ സൂക്ഷ്മമായി പഠിക്കുന്നതിനോടൊപ്പം അതിന്റെ ഘടകങ്ങളായി പിരിക്കുന്നതിനെയാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം അപഗ്രഥനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കാര്യത്തെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ചിട്ട് അതിനെ പല 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 പാർട്ടായിട്ട് പിരിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രശ്നത്തെ ഉപഘടകങ്ങളായി മാറ്റി പരിഹാരം കണ്ടെത്തുന്നത്. അതാണ് ചുരുക്കി പറഞ്ഞാല് ഒരു പ്രശ്നം വരുമ്പോ അതിനെ ചെറിയ 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 പാർട്ടുകളായിട്ട് തിരിച്ചിട്ട് പിന്നെ അതിന് ഓരോ ഇതിനും ചെറിയ ചെറിയതായിട്ട് പരിഹാരം കണ്ടെത്തുന്നതിനാണ്. അതാണ് പ്രശ്നങ്ങളെ എന്താണ് ഉപഘടകങ്ങളായി മാറ്റിയതിന് ശേഷം പരിഹാരം കാണുന്ന രീതിയാണ് അപഗ്രഥന രീതി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അപഗ്രഥിച്ച് ഉള്ളിലോട്ട് കടന്ന് അതിനെ എന്താണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നതിനാണ് അപഗ്രഥന രീതി എന്ന് പറയുന്നത്. മനസ്സിന്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനമാണ് അപഗ്രഥനം എന്നാണ് നമ്മുടെ തോണ്ടേക്ക് പറഞ്ഞത്. എന്താണ് തോണ്ടേക്ക് പറഞ്ഞത്? മനസ്സിന്റെ ഉയർന്ന തലത്തിലുള്ള പ്രകടനത്തെയാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭയങ്കര അഗാധമായിട്ട് ചിന്തിക്കുന്ന ഒരു ഇതാണ് അപഗ്രഥനം എന്ന് പറയുന്നത്. അപ്പൊ ഓരോ ഘട്ടത്തിലും പഠിതാവ് നിരവധി ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് പഠിതാവിന്റെ ചിന്താശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്പം ഇപ്പൊ നമുക്ക് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും, ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിനെക്കുറിച്ച് വീണ്ടും 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 ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഭയങ്കരമായിട്ടുള്ള തിങ്കിങ് പവർ നമുക്ക് വർദ്ധിക്കുന്നു. അപ്പൊ ഇതിന്റെ പ്രത്യേകത അപഗ്രഥന രീതി അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് കണ്ടുപിടിക്കേണ്ടതിൽ നിന്നും തുടങ്ങുന്നു. അപ്പം അറിയാത്ത കാര്യത്തിൽ നിന്ന് അറിയുന്നതിലേക്ക്, ഇപ്പം എന്ന് വെച്ചാല് അറിയാത്ത കാര്യത്തിൽ നിന്ന് അറിയുന്നതിലേക്ക്
പോവാൻ. എന്ന് വെച്ചാല് നമ്മൾ ഒരു കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ അതിൽ ചെന്നതിന് ശേഷം നമുക്ക് അറിയാവുന്ന കാര്യത്തിലോട്ട് ഇതിനെ കൊണ്ടുപോകുക. അതാണ് അപഗ്രഥിച്ച്. ഇപ്പൊ നിങ്ങൾക്ക് ഞാനൊരു പ്രോബ്ലം തന്നാല് നിങ്ങൾക്ക് പക്ഷെ ഒട്ടും അറിഞ്ഞുകൂടാ, പക്ഷെ നേരത്തെ നിങ്ങൾ അറിയാവുന്നുള്ള ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ഞാൻ തരാണ്, അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ അതിനെ സോൾവ് ചെയ്യുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴും നിങ്ങൾ പഴയ ഏതെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്ത രീതിയെ എന്ത് ചെയ്യും, ഇവിടെ കൊണ്ടുവരും. അതിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അറിയാത്തതിൽ നിന്ന് അറിയുന്നതിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. പിന്നെ പ്രശ്നത്തെ ലഘു ഘടകങ്ങളാക്കുന്നു, പ്രശ്നത്തെ ചെറിയ ചെറിയ ഘടകങ്ങളാക്കി മാറ്റുന്നു. പിന്നെ മനഃശാസ്ത്രപരമാണ്. നമ്മൾ കുറച്ച് തലയൊക്കെ പ്രയോഗിച്ചാൽ മാത്രമേ അപഗ്രഥന രീതി ചെയ്യാൻ പറ്റൂ. പിന്നെ ഇവിടെ ഓർമ്മശക്തിക്കൊന്നും പ്രാധാന്യമില്ല. ഓർമ്മയൊന്നും ഇവിടെ ഇമ്പോർട്ടൻ്റേ അല്ല, പക്ഷെ നമ്മൾ തല കൊണ്ട് ചിന്തിച്ച് ചെയ്യേണ്ടുന്ന രീതിയാണ് അപഗ്രഥന രീതി. പിന്നെ ഇങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ ഒരുപാട് സമയം എടുക്കും. പിന്നെ മികവും വേഗവും ആർജിക്കാൻ ഭയങ്കര പ്രയാസം എടുക്കും. കാരണം ഒരുപാട് നേരം ചിന്തിച്ച് ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടും, ചിലപ്പോൾ സൊല്യൂഷൻ കിട്ടൂല. ഇതാണ് അപഗ്രഥന രീതി അല്ലെങ്കിൽ അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല, എന്നാലും നിങ്ങൾ എന്താണെന്ന് പഠിക്കുക. ഓക്കെ, അടുത്തതിന് പ്രോജക്റ്റ് രീതി. പ്രോജക്റ്റ് രീതി എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ജീവിത പ്രശ്നമോ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്നത് സാന്ദർഭികമായി വന്നു ചേരുന്ന പ്രശ്നമോ നിശ്ചിത സമയപരിധിക്കുള്ളിൽ അപഗ്രഥിച്ച് പരിഹാരം കണ്ടെത്തുന്ന പഠന രീതിയാണ് പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. അപ്പൊ പ്രോജക്റ്റ് രീതി ആദ്യമായിട്ട് രൂപീകരിച്ചത് അല്ലെങ്കിൽ പ്രോജക്റ്റ് രീതി കൊണ്ടുവന്നത് വില്യം എച്ച് കിൽപാട്രിക് ആണ് ആദ്യമായിട്ട് പ്രോജക്റ്റ് രീതി എന്ത് ചെയ്യുന്നത്, കൊണ്ടുവന്നത്. പിന്നെ ജോൺ ഡൂയിയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് പ്രോജക്റ്റ് രീതി. സജീവമായിട്ട് പ്രോജക്റ്റ്, ഒരു ടോപ്പിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കൊടുക്കുമ്പം അതിനെ എന്ത് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കറിയാം, ഒരു പ്രോജക്റ്റ് ചെയ്തിട്ട് വരാൻ പറയും. ഇപ്പൊ BSc ആയാലും MSc ആയാലും നിങ്ങൾ B.Ed ആയാലും TTCക്ക് ആയാലും നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് തരും. എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കണ്ടെത്തി ഈ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഒരു പ്രോജക്റ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അതിനൊരു പരിഹാരം കണ്ടെത്തി കൊടുക്കുന്നതാണ് പ്രോജക്റ്റ് രീതി. ഇത് രൂപപ്പെടുത്തിയത് വില്യം എച്ച് കിൽപാട്രിക് ആണ്. ജോൺ ഡൂയിയുടെ പ്രായോഗിക വാദവുമായി ബന്ധമുള്ള പഠന രീതിയാണ് ഏത് രീതി, പ്രോജക്റ്റ് രീതി. എന്ന് വെച്ചാൽ ഇത് എപ്പോഴും പ്രോജക്റ്റ് രീതി എന്ന് വെച്ചാൽ സജീവമായിട്ടുള്ള ഒരു പഠന പ്രക്രിയ എന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും ഇപ്പൊ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് ഈ പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. കാരണം കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ, അതാണ് ലേണിംഗ് ബൈ ഡൂയിങ്. നമ്മുടെ ജോൺ ഡൂയിയുടെ ലേണിംഗ് ബൈ ഡൂയിങ് പ്രായോഗിക വാദവുമായിട്ട് ബന്ധം എന്ന് പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്യുക, പഠിക്കുന്നതാണ് പ്രോജക്റ്റ് രീതി. ഇപ്പൊ കുട്ടികൾക്ക് കൂടുതൽ ആയിട്ട് ഇത് കൊടുക്കുമ്പം കുട്ടികൾക്ക് കൂടുതലായിട്ട് അവർക്ക് മറ്റുള്ളവരുമായിട്ട് പിന്നെ എന്താണ് മിങ്കിൾ ചെയ്യാനും അവരുടെ കാര്യങ്ങൾ കുറച്ച് ആക്ടിവിറ്റി, കോപ്പറേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ കുട്ടികൾക്ക് കിട്ടുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പിന്നെ എന്താണ് കുട്ടികളിൽ സന്നദ്ധത എന്ന് വെച്ചാല് ഇപ്പൊ എന്തും ചെയ്യാനുള്ള ഒരു കഴിവ് കുട്ടികളിൽ ഉണ്ടാക്കുന്നു. പിന്നെ ഇതിന്റെ വിവിധ ഘട്ടങ്ങളാണ് ഈ പ്രോജക്റ്റ് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. വിവിധ ഘട്ടങ്ങൾ അല്ലെങ്കിൽ സ്റ്റേജസ് ആണ്. ഒന്നാമത്തത് സാഹചര്യം പ്രദാനം ചെയ്യൽ, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാതെ ഒരു പ്രോബ്ലത്തെ കണ്ടുപിടിക്കുക. പ്രോജക്റ്റ് രീതിയിൽ ഒന്നാമത്തെ പ്രോബ്ലത്തെ കണ്ടുപിടിക്കുക. പിന്നെ ഈ പ്രോബ്ലത്തിൽ എന്താണ് തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എന്ത് ലക്ഷ്യമാണ് കണ്ടെത്തേണ്ടതെന്ന് കാണുക. പിന്നെ ആസൂത്രണം ചെയ്യുക അതിനു വേണ്ടി. പിന്നെ ആസൂത്രണം ചെയ്തതിനെ എന്ത് ചെയ്യുക, നിർവഹണം നടത്തുക. പിന്നെ അവസാനം മൂല്യനിർണയം നടത്തുക. മൂല്യനിർണയം നടത്തി കണ്ടെത്തുക, ഞാൻ ഈ കണ്ടെത്തിയത് ശരിയാണോ എന്നുള്ളതാണ് ഇതിലെ വിവിധ ഘട്ടങ്ങളെന്ന് പറയുന്നത്. പിന്നെ പ്രോജക്റ്റ് രീതിയുടെ സവിശേഷതയാണ് പ്രശ്നാധിഷ്ഠിതം. ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രശ്നം എപ്പോഴും പ്രോജക്റ്റ് രീതിയിൽ ഒരു പ്രോബ്ലം കാണും. ആ പ്രോബ്ലത്തെ അധിഷ്ഠിതമായതാണ് ഈ പ്രോജക്റ്റ് രീതി എന്ന് പറയുന്നത്. പിന്നെ ഒരു ഉദ്ദേശം അതിൽ കാണും. പിന്നെ പ്രവർത്തനാധിഷ്ഠിതം, പ്രവർത്തനമുണ്ട്. യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളായിരിക്കും നമ്മുടെ പ്രോജക്റ്റിൽ കൊടുക്കുന്നത്. അത് നിങ്ങൾ ഓർത്തിരിക്കുക.
ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ സ്കൂളിലെ യഥാർത്ഥ ജീവിതത്തെയാണ് നമ്മൾ പ്രോജക്റ്റ് രീതിയിൽ നൽകുന്നത്. പിന്നെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം, അവന് ഇഷ്ടത്തിനനുസരിച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഉപയോഗക്ഷമതയുണ്ട്. ഉഗ്രധനം എന്ന് വെച്ചാല് നമ്മൾ ഇന്റഗ്രേഷൻ, പിന്നെ എന്താണ് മറ്റ് സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ഇതിനെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയും. പിന്നെ നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങളെ വളർത്തിയെടുക്കുന്നതിനും ജനാധിപത്യ മൂല്യങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കുന്നതിനും ഈ പ്രോജക്റ്റ് രീതി എന്ത് ചെയ്യുന്നു, നമ്മെ സഹായിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ ലാസ്റ്റ് ആണ് കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി അല്ലെങ്കിൽ പ്ലേവേ മെത്തേഡ് എന്ന് പറയും. കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി അല്ലെങ്കിൽ പ്ലേവേ മെത്തേഡ് എന്നാണ് പറയുന്നത്. ഈ കളി രീതി എന്ന പ്രയോഗം ആദ്യമായിട്ട് ഉപയോഗിച്ചത് കോൾഡ്വെൽ കുക്കാണ് ആദ്യമായിട്ട് ഈ കളി രീതി എന്ന പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചതും പ്രചരിപ്പിച്ചതും. ഇപ്പൊ കുട്ടികളിൽ കളി രീതി കൊണ്ടുവന്നാൽ പലതരത്തിലുള്ള എന്താണ് പിന്നെ ക്രിയേറ്റീവ് ചിന്താപരമായിട്ടും സർഗാത്മകപരമായിട്ടുള്ള പല കഴിവുകളും ഉണ്ടാകുമെന്ന് കണ്ടെത്തിയത് കോൾഡ്വെൽ കുക്കാണ്. പിന്നെ ഒരു എന്ന് വെച്ചാല് കുട്ടികൾക്ക് നിരന്തരം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്, ഒരു ബോധന രീതിയാണ് കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി എന്ന് പറയുന്നത്. ഇത് പ്രീ സ്കൂൾ പഠന രീതിയാണ്. ഇപ്പം നമുക്കറിയാം ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും കുഴപ്പമില്ല. പക്ഷെ 2ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ ഈ കളി രീതി അത്രത്തോളം ഫലവത്താകില്ല. പക്ഷെ അതിന് മുമ്പത്തെ എന്ന് വെച്ചാൽ പ്രീ സ്കൂളിന് വരുന്നതിന് മുമ്പുള്ള കുട്ടികൾക്കാണ് കൂടുതലായിട്ട് ഈ കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി അല്ലെങ്കിൽ പ്ലേവേ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഈ കളി രീതിയിൽ ഉദാഹരണങ്ങൾ നോക്കാം. മണ്ണിൽ കളിക്കുന്ന കുട്ടി വ്യത്യസ്ത ആകൃതിയിലുള്ള വസ്തുക്കൾ മണ്ണിൽ ഉണ്ടാക്കുന്നു. അപ്പം വ്യത്യസ്തങ്ങളായ അടയാളങ്ങൾ ഉണ്ടാക്കുമ്പം പലതരത്തിലുള്ള ആകൃതിയെ കുറിച്ച് കുട്ടി എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു. അതുപോലെ ഈ പിക്ചറിൽ കാണുന്ന ബിൽഡിംഗ് ഒക്കെ ഏതൊക്കെ രീതിയിൽ നിർമ്മിക്കാമെന്നുള്ള ഒരിത്. അതുപോലെ റബ്ബർ പന്ത് കളിക്കുന്ന കുട്ടി കൂടുതൽ ശക്തിയിൽ എറിയുമ്പോൾ കൂടുതൽ ഉയരത്തിൽ പന്ത് പൊങ്ങുന്നു എന്നറിയുന്നു. അപ്പൊ ശക്തിക്കനുസരിച്ച് പന്ത് എന്താണ് വേഗത്തിൽ പൊങ്ങുന്നു എന്ന് അറിയുന്നത് ഒരു കളി രീതിയാണ്. പിന്നെ കട്ടകൾ കൊണ്ട് കളി വീട് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്ന തെറ്റാണ്. ഈ കട്ടകൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ കൊണ്ട് പലതരത്തിലുള്ള രൂപങ്ങളും പിന്നെ രൂപങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുട്ടിക്ക് ഏതൊക്കെ രീതിയിലാണെന്നുള്ള ഒരു പിന്നെ ബോധം ഉണ്ടാകുന്നു. പിന്നെ ഒരിക്കൽ ചോദിച്ചതാണ്, നാരായണത്ത് ഭ്രാന്തൻ എന്ന കവിത കുട്ടികൾ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്നു. അധ്യാപനത്തിലെ ഏത് സമ്പ്രദായത്തെയാണ് ഇത് ഉൾക്കൊള്ളുന്നത്? ഏതാണ്? കളി രീതി. ഇപ്പൊ നമ്മള് ഈ പ്രീ സ്കൂൾ പഠന രീതി എന്ന് പറയുന്നു എങ്കിൽ ഇപ്പൊ നമ്മൾ BEdനും അല്ലെങ്കിൽ TTCക്കും ഒക്കെ നിങ്ങൾ പഠിച്ചപ്പോ കളി രീതികളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇപ്പൊ ഗാന്ധിജിയുടെ ജീവചരിത്രത്തെ ഇപ്പം എന്താണ് ഗാന്ധിജിയായിട്ടൊക്കെ ഒരുങ്ങി വന്ന് അഭിനയിച്ചും അല്ലെങ്കിൽ ഇപ്പൊ കഥകളി കുട്ടികളിൽ കാണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ കഥകളി രൂപത്തിലൊക്കെ വന്ന് അതിന്റെ മുദ്രകളൊക്കെ കാണിക്കുക, അതും ഒരു കളി രീതിയാണ്. അതുപോലെ നാരായണത്ത് ഭ്രാന്തൻ അല്ലെങ്കിൽ ഏത് കവിത പഠിപ്പിക്കുന്നതിനായാലും അതിനെ നാടക രൂപത്തിൽ അയാളുടെ വേഷം കെട്ടി നിന്ന് വന്ന് അവതരിപ്പിക്കുന്ന സമ്പ്രദായം ഏത് രീതിയാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി ആണ്. അപ്പൊ ഇത്രയുമാണ് ഇനി ഒരു ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ശിശുക്കളുടെ പഠനത്തിൽ അടിസ്ഥാനമാക്കേണ്ട ആശയങ്ങളിൽ ഉൾപ്പെടാത്തത്: ശിശു കേന്ദ്രീകൃതം, പരസ്പര ബന്ധിതം, പ്രവർത്തനാധിഷ്ഠിതം, ലിംഗപരിഗണന. ലിംഗപരിഗണന. അപ്പൊ കളി രീതി അല്ലെങ്കിൽ ക്രീഡാ രീതി എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. ആദ്യമായിട്ട് ഉപയോഗിച്ചത് കോൾഡ്വെൽ കുക്കാണ്.
പിന്നെ കൂടുതലായിട്ട് പ്രീ സ്കൂൾ ആയിട്ടുള്ള ഒരു പഠന രീതിയാണ്. പിന്നെ നമ്മൾ ഏത് കവിതയോ ഏത് ചിത്രീകരണമോ ആ നാടക രൂപത്തിൽ അഭിനയിച്ച് കാണിക്കുന്ന ഒരു സമ്പ്രദായമാണ് കളിരീതി അല്ലെങ്കിൽ ക്രീഡാരീതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ട്, ആഗമന രീതിയും നിഗമന രീതിയും. ആഗമന ഇൻഡക്റ്റീവ് മെത്തേഡും ഡിഡക്റ്റീവ് മെത്തേഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ആഗമന രീതി, നിഗമന രീതി. എന്താണ് ആഗമന രീതി? ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വങ്ങളിലേക്ക് പോകുന്നതാണ് ആഗമന രീതി. ഉദാഹരണങ്ങളിൽ നിന്ന് സിമ്പിൾ ആയിട്ടുള്ള ഇപ്പം ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യുക, പൊതു തത്വത്തിലേക്ക് പോകുക. ഇപ്പൊ കൊച്ചു ക്ലാസ്സിൽ ഇപ്പൊ ആനയെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ആദ്യം ആനയുടെ പേരൊന്നും പറയാതെ തന്നെ വലിയ തുമ്പിക്കൈ, 2 വലിയ മുറങ്ങൾ പോലത്തെ ചെവികൾ, തൂണുകൾ പോലുള്ള 4 കാലുകൾ എന്ന് പറഞ്ഞതിന് ശേഷം ഈ മൃഗത്തിന്റെ പേരാണ് ആന എന്ന് വെച്ചാൽ ചെറിയ ഉദാഹരണങ്ങളിൽ നിന്ന് ഒരു പൊതുവായ ആശയത്തിലേക്ക് പോകുന്നതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. അപ്പൊ പഠന പ്രക്രിയയിൽ ധാരാളമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് പഠന രീതി. ഇപ്പൊ നമ്മൾ എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ കോംപ്ലക്സിലോട്ട് പോകുന്നത്. പിന്നെ പഠനത്തിൽ പഠിതാവിന്റെ സജീവ പങ്കാളിത്തം ഈ ആഗമന രീതിയിൽ ഉണ്ടാകും. പഠിതാവ് അവരുടെ ബുദ്ധിയും മുൻ അറിവും മുൻ അനുഭവവും ചിന്താശേഷിയും മാനസിക പ്രക്രിയ എല്ലാം ഇതിൽ എന്ത് ചെയ്യും, ആഗമന രീതിയിൽ ഉപയോഗിക്കും. അപ്പൊ ആഗമന രീതി എന്ന് വെച്ചാൽ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വങ്ങളിലേക്ക് കേട്ടോ. ഉദാഹരണങ്ങളിൽ നിന്ന് എന്താണ് പൊതു സിമ്പിൾ നിന്ന് കോംപ്ലക്സിലോട്ട്, അല്ലെങ്കിൽ എന്താണ് സ്പെസിഫിക്കിൽ നിന്ന് ജനറലിലോട്ട് കേട്ടോ. സിമ്പിൾ ഉദാഹരണം ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്ക്, അതാണ് ആഗമന രീതി എന്ന് പറയുന്നത്. അടുത്ത ആഗമന രീതി നിഗമന രീതിയും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നല്ല ക്ലിയർ ആവും. ആഗമന രീതി എന്ന് പറഞ്ഞാൽ ശിശു കേന്ദ്രീകൃതമാണ്, കുട്ടികൾക്കാണ് പ്രാധാന്യം. നിഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താണ്, പൊതു തത്വമാണ് ആദ്യം. ഏതെങ്കിലും ഇപ്പം പൊതു ഒരു തത്വം പഠിപ്പിച്ചതിന് ശേഷം ഇപ്പൊ ന്യൂട്ടന്റെ ഒരു തിയറി പഠിപ്പിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യൂ, ഉദാഹരണങ്ങൾ പറഞ്ഞു കൊടുക്കൂ. ഒരു പ്രത്യേക പ്രശ്നത്തിലേക്ക് പോകും. പൊതു തത്വത്തിൽ നിന്നാണ് ഉദാഹരണങ്ങളിലേക്ക്, അത് നിഗമന രീതി. ആഗമന രീതി എന്ന് വെച്ചാൽ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലേക്കും. അപ്പൊ ഇത് രണ്ടിലും ഏറ്റവും പ്രധാന ആഗമന രീതിയാണ്, അത് ശിശു കേന്ദ്രീകൃതമാണ്. പിന്നെ നിഗമന രീതി എന്ന് പറയുന്നത് അധ്യാപകർക്കാണ്, അധ്യാപക കേന്ദ്രീകൃതമാണ്. പിന്നെ ആഗമന രീതി ഉദാഹരണങ്ങളിൽ നിന്ന് പൊതു തത്വത്തിലാണ്. ഇതാണെങ്കിൽ പൊതു തത്വമാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് ഉദാഹരണം. ആദ്യം ആന കരയിലെ ഏറ്റവും വലിയ മൃഗം പിന്നെ ആനയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആനയുടെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കുക, അതാണ് നിഗമന രീതി. മറ്റത് അങ്ങനെയല്ല. എന്താണ്, പിന്നെ കറുത്ത നിറം കുട്ടികളോടെ കണ്ടെത്താൻ പറയും, ഒരു പിക്ചർ കൊടുത്തിട്ട് ഇതിൽ എന്തൊക്കെ കാണുന്നു എന്ന് പറയാൻ പറയും. അപ്പൊ കുട്ടികൾ എല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം ടീച്ചർ പറയും, ഇതാണ് കരയിലെ ഏറ്റവും വലിയ മൃഗമായ ആനയെന്ന്. അപ്പൊ കുട്ടികൾക്ക് അതൊന്നും ഒരിക്കലും മറക്കില്ല, അതാണ് ആഗമന രീതി. പിന്നെ സ്വാശ്രയശീലം വരുത്തുന്നു, കുട്ടികൾ സ്വന്തമായിട്ട് പഠിക്കാൻ എന്ത് ചെയ്യുന്നു, കുട്ടികളെ സഹായിക്കുന്നു. പക്ഷെ ഇതിലാണെങ്കിൽ എന്താണ്, ആശ്രിതത്വം, ആരെങ്കിലും അധ്യാപകരെ ആശ്രയിച്ചാണ് കുട്ടികൾ ഇരിക്കുന്നത്. പുതിയ അറിവിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്നു. ഇത് അധ്യാപന അറിവ് എന്ന് വെച്ചാൽ അധ്യാപന കിട്ടുന്ന അറിവ് മാത്രമേ കുട്ടികൾക്ക് എന്ത് ചെയ്യൂ, പകരും. പിന്നെ പ്രവർത്തനങ്ങളിലൂടെ പുതിയ ആശയങ്ങളിൽ എത്തിച്ചേരുന്നു. പിന്നെ അധ്യാപകൻ ആശയം വിശദീകരിക്കുന്നു, കുട്ടി ഇത് സ്വയം ചെയ്ത് പുതിയ ആശയങ്ങൾ കുട്ടി കണ്ടെത്തുന്നു. പിന്നെ സമയം അധികം വേണ്ടി വരുന്നു, ഇതിന് സമയമൊന്നും വേണ്ട, കാരണം അധ്യാപകൻ വിശദീകരിച്ച് കൊടുക്കണോണ്ട് കുട്ടികൾക്ക് കൂടുതലായിട്ട് കണ്ടെത്തേണ്ടി വരുന്നില്ല. പിന്നെ കുട്ടികളുടെ കാഴ്ചപ്പാടിന് യോജിച്ചതാണ് നമ്മുടെ ആഗമന രീതി. ഇത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരുന്നു. നേരത്തെ അധ്യാപകര് എല്ലാം തയ്യാറാക്കി വന്നിട്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുന്നതാണ്. പിന്നെ അന്വേഷണാത്മക രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്ന അപകരണ രീതി എല്ലാം ഈ ആഗമന രീതിക്ക് ഉദാഹരണങ്ങളാണ്. നിഗമന രീതിക്ക് ഉദാഹരണമാണ് പ്രഭാഷണ രീതി. നമ്മൾ നേരത്തെ പറഞ്ഞ ലെക്ചർ മെത്തേഡ്, അതുപോലെ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഒക്കെയാണ് നിഗമന രീതിക്ക് ഉദാഹരണങ്ങൾ. ആഗമന രീതി എന്ന് പറയുന്നത് വിശകലനാത്മക ചിന്ത വളർത്തുന്നു എന്ന് വെച്ചാൽ ഒരു പ്രോബ്ലത്തെ നല്ല രീതിയിൽ വിശദീകരിച്ച് പഠിക്കുന്നതിനുള്ള ഒരു, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാനുള്ള ഒരു ഇത് വളർത്തുന്നു. മറ്റതില് നിഗമന രീതിയിലാണെങ്കിൽ
ആശയങ്ങളെല്ലാം കേട്ടാണ് പഠിക്കുന്നത്. അധ്യാപകൻ പറയുന്നത് പ്രഭാഷണം അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷന് കേട്ടോ കണ്ടോ ആണ് പഠിക്കുന്നത്. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ആഗമന രീതിയാണ്. നിങ്ങൾ ഈ ഡിഫറൻസ് പഠിച്ചു വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഏത് രീതി ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ ആഗമന രീതി എന്ന് പറഞ്ഞാൽ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുതത്വങ്ങളിലേക്ക്, നിഗമനം എന്ന് പറഞ്ഞാൽ പൊതുതത്വങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങളിലേക്ക്. മറ്റേത് ശിശു കേന്ദ്രീകൃതം, ഇതെന്ന് പറയുന്നത് അധ്യാപക കേന്ദ്രീകൃതമാണ്. ആഗമന രീതിയിൽ സ്വാശ്രയ ശീലം വളർത്തുന്നു. മറ്റേതിലാണെങ്കിൽ എന്താണ്, ടീച്ചറിനെ അധ്യാപകരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പിന്നെ പുതിയ അറിവ് കിട്ടുന്നു. മറ്റേത് അധ്യാപകനാണ് അറിവ് പകരുന്നത്. കുട്ടികൾക്ക് പുതിയ ആശയങ്ങൾ പ്രവൃത്തിയിലൂടെ ചെയ്യാൻ കഴിയുന്നു. പിന്നെ സമയം അധികം വേണ്ടി വരുന്നു. കുട്ടികളുടെ കാഴ്ചപ്പാടിന് നല്ലതാണ്. ഉദാഹരണം അന്വേഷണാത്മക രീതി, പ്രോജക്റ്റ് രീതി, പ്രശ്നാപകരണ രീതി. പിന്നെ ഇതിൽ വിശകലാത്മക ചിന്തയെല്ലാം വളർത്തുന്നു. ഇതിലാണെങ്കിൽ കുട്ടിക്ക് വളരെ അധ്യാപകൻ പറഞ്ഞു കൊടുക്കുന്നത് മാത്രം കുട്ടി മനസ്സിലാക്കി കേട്ട് ഒക്കെ പഠിക്കുന്നതാണ് നിഗമന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പഠന രീതികൾ, നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പഠന രീതികൾ എന്ന് പറയുന്നത്. അപ്പം ഇപ്പൊ പഠന രീതി രണ്ടെണ്ണമുണ്ട്, ശിശു കേന്ദ്രീകൃത രീതിയും അധ്യാപക കേന്ദ്രീകൃത രീതിയും. നമ്മൾ ശിശു കേന്ദ്രീകൃത രീതിയാണ് പഠിച്ചത്. ഇനി നമുക്ക് അധ്യാപക കേന്ദ്രീകൃത രീതിയുണ്ട്. അത് ലെക്ചർ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഡെമോൺസ്ട്രേഷൻ കം ലെക്ചർ മെത്തേഡ്. അതിലൊന്നും വലുതായിട്ടൊന്നും പഠിക്കാനില്ല. ഇതിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ ശിശു കേന്ദ്രീകൃത രീതിയായ അന്വേഷണാത്മക രീതിയും പ്രശ്ന പരിഹരണ രീതി, അപഗ്രഥന രീതിയും പ്രോജക്റ്റ് രീതിയും കളി രീതിയും ജസ്റ്റ് ഒന്ന് നോക്കി, ഒരു 2-3 പ്രാവശ്യം നോക്കി വായിച്ചു വച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് ചിലപ്പം ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചിരുന്നാൽ മതി. അതുപോലെ എന്താണ് ആഗമന രീതിയും നിഗമന രീതിയും അതിന്റെ ഡിഫറൻസ് കൂടെ നോക്കി വെക്കുക. ഓക്കെ, ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല ടീച്ചറെ. എല്ലാരും ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. എല്ലാരും നന്നായിട്ട് പഠിക്കണം. ഏകദേശം എല്ലാരും ടോപ്പിക്കുകളെല്ലാം കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഭയങ്കര അലമ്പാ ടീച്ചറെ ഇവര്, ഭയങ്കര അലമ്പ്. ഓക്കെ സാർ, ഗുഡ് നൈറ്റ്. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും ഇതുവരെ ഇന്ന് ക്ലാസ്സിൽ കയറിയത് 80 പേരാ. 200 പേരുണ്ട്. ടീച്ചറിന് അറിയാലോ. യെസ് സാർ. നമുക്ക് നോക്കാം. നാളെ ഏതൊക്കെ ടോപ്പിക് എടുക്കണേ? എന്താ? നാളെ ഏതൊക്കെ ടോപ്പിക് ആയിരിക്കും എടുക്കണേന്ന് പറയാമോ? അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മതി. വിവര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ, അതാണ് നാളെ എടുക്കാം. അതിൽ കുറച്ച് അതെ, ICT. പിന്നെ പറയുമ്പോ ഇംഗ്ലീഷും കൂടെ ഒന്ന് പറയാമോ? മീൻസ് കണക്ട് ചെയ്ത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.